നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിനെ ഇളക്കിമറിക്കാൻ എൻഡിഎയും ഇന്ത്യ മുന്നണിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10 റാലികളിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് എന്നിവർ 25 റാലികളിൽ വീതം പങ്കെടുക്കും. ഒക്ടോബർ 10 മുതൽ നിതീഷ് കുമാർ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാക്കും. രാഹുൽ 6 റാലികളിലും പ്രിയങ്ക 5 പരിപാടികളിൽ പങ്കെടുക്കും. നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായിരിക്കുകയാണ്. ഇനി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കനത്ത മത്സരം തന്നെയാണ്, തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ്. എൻഡിഎ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പ്രധാനമന്ത്രിയും അമിത്ഷായും ഉൾപ്പെടെ ഉള്ള മുതിർന്ന നേതാക്കൾ പ്രധാനമായും 10 റാലികളിൽ പങ്കെടുക്കും. 25ഓളം റാലികളിൽ അമിത്ഷായും രാജ്നാഥ് സിംഗും പങ്കെടുക്കും എന്നുമാണ് അറിയാൻ കഴിയുന്നത്. എങ്ങനെയാണ് എൻഡിഎ നിലവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്? രോഹിണി, ഭരണ തുടർച്ച തന്നെയാണ് എൻഡിഎ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രധാന സേവകനടക്കം ഇനിയുള്ള ദിവസങ്ങളിൽ ബീഹാർ കേന്ദ്രീകരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ഇതിനോടകം തന്നെ ബീഹാറിൽ പല റാലികളിലും പങ്കെടുത്തു കഴിഞ്ഞു. കൂടുതൽ റാലികളിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് ഏതാണ്ട് 10ലധികം റാലികളിൽ അദ്ദേഹം ഭാഗമാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ എൻഡിഎ മോശം പ്രകടനം നടത്തിയ മേഖലകളിലായിരിക്കും, അത് കൂടുതലായി ദക്ഷിണ ബീഹാർ മേഖലകളിലായിരിക്കും കൂടുതൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ, ദേശീയ നേതാക്കൾ കൂടുതൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി അമിത്ഷായും രാജ്നാഥ് സിംഗും രണ്ടുപേരും ഏതാണ്ട് 25ഓളം റാലികളിൽ പങ്കാളികളാകുമെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഒപ്പം അനാരോഗ്യം മൂലം ഇടയ്ക്ക് നിതീഷ് കുമാർ വിട്ടുനിന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടും കൃത്യമായി എത്തിയതോടുകൂടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടും നല്ല രീതിയിലായതോടുകൂടി അദ്ദേഹം ഇപ്പോൾ റാലിയിൽ സജീവമാകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഈ ഒക്ടോബർ 10 മുതൽ നിതീഷ് കുമാർ സജീവമായി തന്നെ ഈ റാലികളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 4 റാലികൾ നിതീഷ് കുമാറിന് അടുത്തിടെയായി തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഏതാണ്ട് 11 ഹെലികോപ്റ്ററുകൾ ഈ പ്രചരണത്തിനായി വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വളരെ സമഗ്രമായ ഒരു പ്രചരണമാണ് BJP ലക്ഷ്യം വെക്കുന്നത്. ഭരണ തുടർച്ചയല്ലാതെ മറ്റൊന്നും BJP കാണുന്നില്ല. മാത്രമല്ല, കഴിഞ്ഞ തവണയെ അപേക്ഷിച്ച് കൂടുതൽ സീറ്റുകൾ നേടണമെന്നുള്ള കൃത്യമായ ലക്ഷ്യബോധവും BJP മുന്നോട്ട് വെക്കുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ സഖ്യവും സജീവമായി തന്നെ റാലികൾ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി 6 റാലികളിൽ പങ്കെടുക്കും, പ്രിയങ്ക 5 റാലികളിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ മല്ലികാർജ്ജുന ഖാർഗെ, ദേശീയ അധ്യക്ഷൻ, കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ 5 റാലികളിലും പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ഇതുവരെയായിട്ടും ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ല. വലിയ തർക്കത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കോൺഗ്രസും RJDയും തമ്മിലുള്ള തർക്കം പരിഹരിക്കുവാൻ പല ചർച്ചകൾ നടത്തിയിട്ടും ആയില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇന്ത്യ സഖ്യത്തിൽ ഇത്തരം തകർച്ചകളും മറ്റും നേരിടുന്ന ഒരു സാഹചര്യത്തിൽ NDA മുന്നണിയിൽ കൃത്യമായ രീതിയിലുള്ള സീറ്റ് വിഭജന ചർച്ചകളും മറ്റും പുരോഗമിക്കുകയാണ്. രോഹിണി, ശരി. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.